അപ്പൊ കൊറിയയിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പേപ്പർ ഡോക്യുമെന്റ് നിർബന്ധമാണ്. കൊറിയയിൽ നമ്മൾ വിസ ആപ്ലിക്കേഷനിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ തന്നെ വിസ റിജക്റ്റഡ് ആയിപ്പോൾ. നമ്മൾ വെക്കുന്ന നമ്മളെ പേരിൽ എന്തെങ്കിലും ഇനീഷ്യൽ പോയി, അതല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻറ്റിനാണ് അപ്ലൈ ചെയ്തത്, എംപ്ലോയ്മെൻറ്റിനാണ് അപ്ലൈ ചെയ്യുന്നുള്ള ചെറിയൊരു ടിക്കിംഗ് ഒക്കെ ഉണ്ട്. ആ ടിക്കിങ് മിസ്സായാൽ വിസ റിജക്റ്റഡ് ആവും. അതാണ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഗെറ്റിംഗ് വിസ. 3 ലക്ഷം രൂപ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം അവിടുത്തെ അറ്റ് ദ സെക്കൻഡ് സ്റ്റേജ് നമുക്കവിടെ മെയിൻ കോഴ്സുകൾക്ക് ഫീസ് ഉണ്ടാവില്ല. അത് ഇതിൽ പെർഫോം ചെയ്യണം. അക്കാഡമിക്സ് വലിയ അധികം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഐ മീൻ 12th 10th അല്ലെങ്കിൽ ഡിഗ്രി PG ഇതിൻ്റെ ഒക്കെ സൈഡിൽ നമുക്ക് മാർക്സ് അത്ര ഒന്നും ആവറേജ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയാം, കൊറിയൻ ലാംഗ്വേജ് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഈ ലാംഗ്വേജ് ഒരു പാസ് ആയി കഴിഞ്ഞാൽ റെഡിയാണ്, നമ്മൾ തരാൻ റെഡിയാണെന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് മെയിൻ കോഴ്സും തരാം, PGയും തരാം, PhDയും ചെയ്യാം. അല്ല, ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല. നമുക്ക് കോഴ്സ് എടുക്കാൻ മെയിൻ കോഴ്സ് കൊറിയയിലേക്ക് അപ്ലൈ ചെയ്യാൻ നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞല്ലോ, അതിന് പ്രശ്നമില്ല. ഞാനൊരു വേ കാണിച്ചു തന്നതാണ് എങ്ങനെ ഒരു എൻട്രി അടിക്കാം. കൊറിയയിലോട്ടൊക്കെ ആളുകൾ കുറവാണല്ലോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ചിട്ട്, ആളുകളിലോട്ട് എത്തിപ്പെടുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പാർട്ട് ടൈം ജോബ്സ് ആണെങ്കിലും ഒക്കെ കുറച്ചും കൂടി അവൈലബിൾ ആയിരിക്കും. വലിയൊരു സിറ്റിയാണ് സിയോൾ സിറ്റി. അവിടെ പാർട്ട് ടൈം ജോബ് കിട്ടാനൊന്നും വലിയ പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് പോയവരുടെ ഒക്കെ ഒരു അനുഭവം അത് തന്നെയാണ്. ഇപ്പം നമുക്ക് സ്റ്റുഡൻ്റ് ഉണ്ട് ഓൾറെഡി. അവരൊക്കെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയൻ ലാംഗ്വേജ് പ്രോഗ്രാമാണ്. ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ എങ്ങനെയാണ് അവിടെ എത്തിപ്പെടാന്നുള്ളൊരു ഓപ്ഷൻ ചോദിച്ചല്ലോ. അപ്പോൾ കൊറിയൻ ലാംഗ്വേജ് സ്റ്റഡീസിന് വേണ്ടി പോകാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കൊറിയൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഫീസ് കിട്ടും ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് കൊറിയൻ ലാംഗ്വേജ് പഠിച്ചാൽ എന്താ, ജർമ്മൻ ലാംഗ്വേജ് കഷ്ടപ്പെട്ട് പഠിക്കുന്നില്ലേ, അതുപോലെ കൊറിയൻ ലാംഗ്വേജ് പഠിച്ചാൽ എന്താ, ഇവിടെ 100% ഫീസ് വേവർ ഉണ്ട്. അവിടെ 12 ലക്ഷം രൂപ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇടണം. ഇവിടെ അത് വേണ്ട, ഇവിടെ ഷോമണി കാണിച്ചാൽ മതി. അപ്പോൾ കൊറിയൻ ലാംഗ്വേജ് പഠിച്ച് വലിയൊരു സംഭവമാണ്. അപ്പോൾ കൊറിയൻ ലാംഗ്വേജ് പഠിക്കാൻ പോവാം. അപ്പോൾ അത് വലിയ എക്സ്പെൻസ് ഒന്നുമല്ല. ലാംഗ്വേജ് പഠിക്കുക എന്ന് വെച്ച് നോക്കുമ്പോൾ അത് എക്സ്പെൻസ് ആണ്. കാരണം നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നിന്ന് പഠിക്കാം. പക്ഷേ ലീഗലി ഇതിന് സർട്ടിഫിക്കേഷൻ വേണം. ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് B1 B2 സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലെവൽ 1 ലെവൽ 2 ലെവൽ 6 വരെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. നിങ്ങളിവിടെ സർട്ടിഫിക്കറ്റ് എടുത്താൽ അവർക്ക് ഓക്കെയാണ്. നിങ്ങൾക്ക് വിസ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയും. അത് കാണിച്ചു കഴിഞ്ഞാൽ അവർ ഓക്കെയാണ്, വിസ അപ്രൂവ് ആവുകയും ചെയ്യും. വിസക്കുള്ള സപ്പോർട്ടും കൂടെയാണ്. ഇപ്പോൾ ചില രാജ്യങ്ങൾ IELTS ഉള്ളത് നല്ല സപ്പോർട്ടാണ് വിസക്ക് എന്നുള്ള പോലെ. ഈ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, കൊറിയൻ ലാംഗ്വേജ് പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കൊല്ലം 3-4 മാസങ്ങളായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പോലെ ഒരു കൊറിയില്ല, ഓൺലൈനായിട്ട് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ അവർ ഇട്ടിട്ടുണ്ട്. കൊറിയൻ ഇൻഡോ വലിയൊരു ആഭ്യന്തര പല കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ പിന്നിൽ. ഒരുപാട് ഓഫേഴ്സ് ഇന്ത്യൻസിനുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും ഇൻഡോ കൊറിയയുടെ ഒരു കണക്ഷൻ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യൻസിന് കൊടുത്തിട്ടുണ്ട്. 100% ഫണ്ടിങ് ഉണ്ട്. നമ്മൾ ഹോസ്റ്റൽ ഫീസ് വരെ കിട്ടുന്നതന്നെയുണ്ട്. 100% വരെ കിട്ടും. അതെ, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ആ വെബ്സൈറ്റിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ സ്റ്റുഡൻസിനൊക്കെ അതിൽ വെബ്സൈറ്റിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. GKS സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ കൊറിയൻ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നതാണ്. ഇന്ത്യൻസിന് അത്യാവശ്യം കോട്ടകളുണ്ട്. അതിൽ അത്യാവശ്യം വളരെ മിനിമലായിട്ടുള്ള ഇൻടേക്ക് ഉണ്ടാവുള്ളൂ. എന്നാലും അപ്ലൈ ചെയ്തിടാം. കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. അത്യാവശ്യം പിള്ളേർ GKS നിന്ന് പോകുന്നുണ്ട് കേരളത്തിൽ നിന്ന്. പോലെ കൊറിയയിലാണുള്ളത്. അപ്പോൾ UK സ്കോളർഷിപ്പൊക്കെ അത്യാവശ്യം ന്യൂസ് പേപ്പറിലൊക്കെ വരും. GKS ഇടുന്ന പിള്ളേരുണ്ട്. പക്ഷേ കൂടുതലും ഈ കർണാടക, തമിഴ്നാട്, നോർത്തേൺ ഏരിയയിലാണ് കൂടുതലായിട്ട് ട്രൈ ചെയ്യുക. അവരതിനെപ്പറ്റി നല്ല വേർഡാണ്. അവരാദ്യമേ +2 കഴിഞ്ഞപ്പോൾ തന്നെ കൊറിയ പ്ലാൻ ചെയ്തിരിക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ GKS 1-2 തവണയൊക്കെ ട്രൈ ചെയ്യും. കൊല്ലത്തിലൊരു ഇൻടേക്ക് അവർ അസസ്മെൻറ്റ് എടുക്കുക. അവർ അപ്ലൈ ചെയ്തിട്ടാൽ മതി. GKSലേക്ക് നമ്മൾ അക്കാഡമിക് ക്രൈറ്റീരിയ അനുസരിച്ചാണ് അത് എലിജിബിൾ ആവുക. അപ്പോൾ GKS സ്കോളർഷിപ്പ് നല്ലൊരു ഓപ്ഷൻ. 100% സ്കോളർഷിപ്പാണ്. നമുക്ക് പലതും ഓഫർ ചെയ്യുന്നുണ്ട് അതിൽ. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ആരും തരുന്നില്ല. ഇത് ഒരു പൈസ ഇല്ലാണ്ട് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള എക്സ്പെൻസ് മാത്രം നോക്കിയാൽ പോരെ. ലിവിങ് എക്സ്പെൻസ് പോലും ഉണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് ഒരുപാട് കടന്നു പോയി. നമ്മൾക്ക് കൊറിയയുടെ കേസ് പറഞ്ഞു വന്നത്. ഇപ്പോൾ കൊറിയയിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കൺസൾട്ടിങ് എടുത്തിരുന്നെങ്കിൽ ഇത്തരം കൺട്രികൾക്കൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കൊറിയയിൽ ചോദിച്ചില്ല ഏതൊക്കെ കോഴ്സുകളുണ്ട്, ഇപ്പം നമുക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. കൊറിയയിൽ വെറും ഈ കോസ്മെറ്റോളജി, ഡെർമറ്റോളജി മാത്രമല്ല, അവിടെ എല്ലാ കോഴ്സുകളും ഉണ്ട്. എഞ്ചിനീയറിങ്, മെഡിക്കൽ, ബിസിനസ് മാനേജ്മെൻറ്റ്, ലാംഗ്വേജ് പ്രോഗ്രാംസ്, ഒരുപാട്. ഇപ്പോൾ K-POPൻ്റെ ഒക്കെ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇതിൽ പോവാം. ഇപ്പോൾ ശരിക്കും കൊറിയ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പല സ്റ്റുഡൻസിന് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തന്നെ ആയിരിക്കും. ശരിക്ക് കൊറിയയിലോട്ട് അഡ്മിഷൻ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ? കൊറിയയിലേക്ക് അഡ്മിഷൻ കിട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ആക്കി മാറ്റിയതാണ്. ഇത് ഏഷ്യൻ കൺട്രിയാണ്. ഇപ്പോൾ യൂറോപ്പിൻ്റെ ഒക്കെ ഷെങ്കൻ വിസ ക്രൈറ്റീരിയയുടെ അത്രയൊന്നും ആക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്കവിടെ ഇപ്പോൾ ഏകദേശം ഷെങ്കൻ വിസ ഒക്കെ വെക്കുന്ന ഏകദേശം അറിയാലോ, വിസ റിക്വയർമെൻറ്റ്സുകളുണ്ട്. വിസ കിട്ടാനാണ് ബുദ്ധിമുട്ട്, സീറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ വ്യത്യാസമുണ്ട്. ഇവിടെ സാധാരണ യൂണിവേഴ്സിറ്റി നമ്മൾ ഷോമണി എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മളെ പേഴ്സണൽ ഷോമണി എന്താണെന്നുള്ളത് യൂണിവേഴ്സിറ്റിക്ക് അറിയേണ്ട കാര്യമില്ല. അത് എമിഗ്രേഷൻ കൗൺസിലേറ്റാണ് നോക്കുക. നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് സഫീഷ്യൻ്റ് ആണോ, നമുക്കവിടെ പോയാൽ സർവൈവ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടോ എന്നൊക്കെയുള്ള ഇതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി നോക്കുന്നുണ്ട് അവിടെ. നമ്മൾ ആദ്യം തന്നെ ഒരു യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നമ്മൾ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടോതാണ്. അപ്പോൾ സ്റ്റുഡൻസ് ഇപ്പോൾ ഓൺഗോയിങ് സ്റ്റുഡൻസ്
ഫ്രണ്ട്സും ഉണ്ട് ഇപ്പോൾ പോകാൻ നിൽക്കുന്നതൊക്കെ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എല്ലായിടത്തും പല പല യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. അവർക്കൊക്കെ ഷോ മണി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ടോ എന്ന് യൂണിവേഴ്സിറ്റിക്ക് അറിയണം, എന്നിട്ടേ അത് അപ്രൂവ് ചെയ്യുള്ളൂ. ഇത് പ്രോപ്പറായിട്ട് കാണിക്കാത്ത ആൾക്ക് റിജക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നോക്കി ലാസ്റ്റൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ ഷോ മണി വലിയൊരു ട്രിഗർ ചെയ്യുന്ന വിഷയമാണ്. ഷോ മണി ഏകദേശം ഒരു വലിയ ഫണ്ടൊന്നുമില്ല, ഒരു 6 to 10 lakhs 8 to പലർക്കും പല യൂണിവേഴ്സിറ്റിയിലെ ക്രൈറ്റീരിയ ഉണ്ട്, അവർക്ക് ഇത്ര ഉണ്ടാവണം മിനിമം എന്നുള്ളതൊക്കെ ഉണ്ട്. ഒരു 10,000 USD ആണ് ഏറ്റവും സേഫസ്റ്റ് കാണിക്കുക എന്നുള്ളത്. കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്രൂവ് ആവും. പിന്നെ വിസ സൈഡാണ്. വിസ അവിടെ പേപ്പർ ഡോക്യുമെൻറ്റേഷൻ നല്ല രീതിയിൽ ചെയ്യാൻ വേണം. അപ്പോൾ നല്ലൊരു കൺസൾട്ടൻറ്റിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിസ അപ്രൂവ് ചെയ്ത് കിട്ടും. അപ്പോൾ വിസ സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് അപ്രൂവ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകളും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫിനാൻഷ്യൽ സൈഡ്, ഇവർക്ക് 2 കാര്യങ്ങളാണ് കൺസേൺ. ഒന്ന് നമ്മൾ അക്കാഡമിക് പെർഫോമൻസ് അതൊന്ന് ചെക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റിന് മാർക്ക് കുറവായതുകൊണ്ട് തന്നെ പല യൂണിവേഴ്സിറ്റിയിൽ നിന്നും, ഇപ്പോൾ സിയോൾ പോലത്തെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസാണ് സിയോൾ, ക്യുൻഹി യൂണിവേഴ്സിറ്റി, അപ്പോൾ അതിലൊക്കെ റിജക്ഷൻ ആയിട്ടുണ്ട്. അവർ ക്രൈറ്റീരിയ മാച്ച് ചെയ്യാത്തത് ഞാൻ പറഞ്ഞല്ലോ, ഈ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെ അക്കാഡമിക്സ് മാർക്സ് നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു 65% ഒക്കെ മിനിമം വേണം. അതിന് താഴെയുള്ളവരൊക്കെ 45, 50 ഒക്കെ നോക്കി ചിലപ്പോൾ കിട്ടണമെന്നില്ല, എല്ലാ യൂണിവേഴ്സിറ്റിയിലും അല്ല. അപ്പോൾ അതും പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ സൈഡാണ്. ഈ 2 സൈഡാണ് അവരെ കൺസേൺ. ഓരോ രാജ്യത്തിനും ഒരു ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ യൂറോപ്പിലൊന്നും അത് വലിയ പ്രശ്നമില്ല, പക്ഷേ ഇവിടെ അവർക്ക് അത് കൺസേൺ ആണ്. ഈ 2 സെഷനാണ് അവർ നോക്കുള്ളൂ, ഫിനാൻഷ്യൽ സൈഡും അക്കാഡമിക്സും. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വിസ അപ്രൂവ് ചെയ്ത് കിട്ടും. ഇപ്പൊ യൂറോപ്പും കൊറിയയും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കുറച്ചും കൂടി ക്രൈറ്റീരിയ കൂടുതലുള്ളത്? എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം ഷെങ്കൻ വിസ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും കുറച്ചും ഡിഫിക്കൽട്ട് കമ്പാരിറ്റീവ്ലി കൊറിയ. പക്ഷേ ഷെങ്കൻ വിസയിൽ പല കാരണങ്ങളുണ്ട്. ഈവൺ ഇപ്പോൾ നമ്മൾ വെക്കുന്ന ഷോമണിയൊക്കെ വലിയൊരു വിഷയമാണ്, പല രീതിക്കും വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോൺട്രവേഴ്സിയാവും. ഷോമണി, തേർഡ് പാർട്ടി ഫണ്ടിങ്, അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് പിള്ളേർക്ക് അറിയില്ല. ഇത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 15-20 ലക്ഷം രൂപ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോമണിയായി. ഇത് ഇരിക്കുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാം, ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്താണെന്നുള്ളത് സ്ഥിരമായിട്ട് വരുന്നതല്ലേ, ഇവർക്ക് മനസ്സിലാവും. ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വിളിക്കും അവർ. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്പൻസി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഷോമണി വെച്ചു, ഒരു ഡിപ്പെൻഡ് വെച്ച് ഒരു തേർഡ് പാർട്ടിയൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ആൾ കാണിക്കുന്നത് ഏതെങ്കിലും പർട്ടിക്കുലർ ബ്രാഞ്ച് ആയിരിക്കും. ഇപ്പോൾ മലപ്പുറം ബ്രാഞ്ച്, ഇപ്പോൾ തിരൂർ ബ്രാഞ്ചിൽ നമ്മൾ കാണിച്ചു, ഇപ്പോൾ ഞാൻ തിരൂർ ബ്രാഞ്ചിൽ കാണിച്ചു, ഷോമണി വെച്ചു. ഇതിൻ്റെ സൈഡ് ഇവർ തമ്മിലൊരു മെർജിങ് ആയിരിക്കും ബാങ്കുമായിട്ട്. ഇത് മെയിൻ ബ്രാഞ്ചിലേക്ക് അറിയാൻ ചാൻസ് ഇല്ല, എനിക്കറിയില്ല, ഇത് എനിക്ക് തോന്നുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എംബസിയിൽ ഇത് കണ്ടു, ഇത് കണ്ടിട്ട് ഷോമണി കണ്ടു, ഓക്കെ ഒരു ഡിസ്ക്രിപ്പൻസി ഫീൽ ചെയ്യുന്നുണ്ട്, വിളിക്കുന്നത് ചിലപ്പോൾ ഡൽഹിക്കായിരിക്കും, മെയിൻ ബ്രാഞ്ചിലേക്കായിരിക്കും. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ സംഭവമില്ല, അല്ലെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിലേക്ക് ഡൽഹിക്ക് വിളിക്കുമ്പോൾ ഈ സാധനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ, അപ്പോൾ തന്നെ കഴിഞ്ഞു. പിന്നെ നേരെ സ്റ്റാമ്പിംഗ് ആണ്, റിജക്റ്റഡ്. റിജക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള വിസ പ്രോസസ്സിങ്ങിന് പിന്നെ ഡിഫിക്കൽട്ടാണ്. പ്രത്യേകിച്ച് റിജക്ഷൻസ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. 3 months കഴിഞ്ഞാൽ നമുക്ക് റീഅപ്ലൈ ചെയ്യാം, റീഅപ്പീൽ ചെയ്യാം. ഷെങ്കൻ വിസയിൽ റീഅപ്പീൽ ചെയ്യാം, കൊറിയൻ റീഅപ്പീൽ ചെയ്യാൻ പറ്റില്ല. 3 മാസം കഴിയും. 3 മാസം നമ്മൾ വെയിറ്റ് ചെയ്താലേ പിന്നെ കിട്ടുള്ളൂ. മറ്റേതിൽ റീഅപ്പീൽ ചെയ്യാം. റീഅപ്പീൽ ചെയ്ത് കിട്ടുന്ന കുട്ടികളുണ്ട്. കാരണം എല്ലാ ഡോക്യുമെൻറ്റും ഷെങ്കൻ വിസയ്ക്ക് വെച്ചിട്ട് എന്നിട്ട് റിജക്റ്റ് ആവണവരുണ്ട്. എന്തെങ്കിലും പർട്ടിക്കുലർ റീസൺ ആവും, അവർക്കൊരു കൺവിൻസ് ആവേണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ റീഅപ്പീൽ ചെയ്തിട്ട് ആ പർട്ടിക്കുലർ പേപ്പർ ആഡ് ഓൺ ചെയ്ത് വെച്ച് ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ കൊറിയയിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പേപ്പർ ഡോക്യുമെന്റ് നിർബന്ധമാണ്. കൊറിയയിൽ നമ്മൾ വിസ ആപ്ലിക്കേഷനിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ തന്നെ വിസ റിജക്റ്റഡ് ആയിപ്പോൾ. നമ്മൾ വെക്കുന്ന നമ്മളെ പേരിൽ എന്തെങ്കിലും ഇനീഷ്യൽ പോയി, അതല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻറ്റിനാണ് അപ്ലൈ ചെയ്തത്, എംപ്ലോയ്മെൻറ്റിനാണ് അപ്ലൈ ചെയ്യുന്നുള്ള ചെറിയ ടിക്കിംഗ് ഒക്കെ ഉണ്ട്. ആ ടിക്കിങ് മിസ്സായാൽ വിസ റിജക്റ്റഡ് ആവും. അതാണ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഗെറ്റിംഗ് വിസ. പക്ഷെ കിട്ടിയ അതെ, വൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ നമുക്ക് അവിടെ സെറ്റിൽമെന്റിന്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ലാംഗ്വേജ് പ്രോഗ്രാം ആയിട്ട് പഠിക്കാൻ പോകാം. ഇപ്പം ലാംഗ്വേജ് പ്രോഗ്രാം പഠിക്കാൻ വലിയ ചിലവൊന്നുമില്ല. ഒരു 50,000-60,000 രൂപ ചിലവിൽ നമുക്കൊരു സെമസ്റ്റർ, അവിടെ സെമസ്റ്ററിലൊക്കെ വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലൊരു സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 6 months ആണ്. അപ്പോൾ അവിടെ ഒരു 2 months, 2 to 3, 2 to 4 എന്നൊക്കെയാണ് കണക്ക്. അപ്പോൾ സെമസ്റ്ററിലൊക്കെ ചെറിയ ഫീസ് വരുന്നുള്ളൂ. പക്ഷേ വൺസ് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 3-4 ലക്ഷം രൂപ, നമ്മൾ 3 ലക്ഷം രൂപ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം അവിടുത്തെ അറ്റ് ദ സെക്കൻഡ് സ്റ്റേജ് നമുക്കവിടെ മെയിൻ കോഴ്സുകൾക്ക് ഫീസ് ഉണ്ടാവില്ല. അത് ഇതിൽ പെർഫോം ചെയ്യണം. അക്കാഡമിക്സ് വലിയ അധികം ഇല്ലെങ്കിലും കുഴപ്പമില്ല. 12th, 10th അല്ലെങ്കിൽ ഡിഗ്രി, PG ഇതിൻ്റെയൊക്കെ സൈഡിൽ നമുക്ക് മാർക്സ് അത്ര ഒന്നും ആവറേജ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ കൊറിയൻ ലാംഗ്വേജ് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഈ ലാംഗ്വേജ് ഒരു പാസ്സായി കഴിഞ്ഞാൽ റെഡിയാണ്, നമ്മൾ തരാൻ റെഡിയാണെന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് മെയിൻ കോഴ്സും തരാം, PGയും തരാം, PhDയും ചെയ്യാം. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ലൈഫ് ഡ്രൈവ് നടക്കണം. അവിടെ കൊറിയയിലേക്കുള്ളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയയിൽ തന്നെ സെറ്റിൽ ചെയ്ത് വണ്ടി നമ്മളെ ഹോമിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ പോലെ. അതായത് ഇവിടുന്ന് ലാംഗ്വേജിന് പോവാം, മെയിൻ കോഴ്സ് എടുക്കുക, PG കോഴ്സ് എടുക്കുക, PhD കണ്ടിന്യൂ ചെയ്യാം, അവിടെ ഒരു സെറ്റിൽമെന്റ് നോക്കാം, ഫാമിലി സ്റ്റാറ്റസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ലാംഗ്വേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യാന്നുള്ളത്. ഇനി വേറെ ഏതെങ്കിലും കോഴ്സുകൾ ചെയ്യുന്ന സമയത്ത് ഈ ലാംഗ്വേജ് മുന്നേ, ആപ്ലിക്കേഷന് മുന്നേ ഒരു പ്രശ്നമായിട്ട്
അല്ല, ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല. നമുക്ക് കോഴ്സ് എടുക്കാൻ മെയിൻ കോഴ്സ് കൊറിയയിലേക്ക് അപ്ലൈ ചെയ്യാൻ നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞല്ലോ, അതിന് പ്രശ്നമില്ല. ഞാനൊരു വേ കാണിച്ചു തന്നതാ, എങ്ങനെ ഒരു എൻട്രി അടിക്കാം എന്നുള്ള വേ കാണിച്ചു തന്നെ. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട്, ഏറ്റവും ലോ ബഡ്ജറ്റിൽ, ക്രൈറ്റീരിയകളൊന്നും പ്രശ്നമില്ലാക്കാതെ. അപ്പോൾ അതിന് കുറച്ച് ഷോമണിയൊക്കെ കുറച്ച് കൂടുതൽ കാണിക്കണം. അപ്പോൾ നമ്മൾ യൂറോപ്യൻ ഷെങ്കൻ കൺട്രിയിൽ കാണിക്കുന്ന പോലെ തന്നെ ചിലപ്പോൾ 12 lakhs ഒക്കെ കാണിക്കേണ്ടി വരും. അതല്ലെങ്കിൽ അവർക്ക് വേറൊരു കൺസേൺ ഉണ്ട്, അവിടെ ആരെങ്കിലും ഉണ്ടോ, നിങ്ങൾ ആരെങ്കിലും റെഫറൻസ് ഉണ്ടോ, അതൊരു ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവരുടെ റെസിഡൻഷ്യൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതൊരു പ്ലസ് ആണ്. വിസ കിട്ടാൻ ഒരു വലിയ സംഭവമാണ്. പല യൂണിവേഴ്സിറ്റികളിലും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അവിടെ റെഫറൽ ഉണ്ടോ, സംബഡി ഇൻ കൊറിയ, എങ്ങനെ അവരുടെ ഡീറ്റെയിൽ കൊണ്ടുപോകുക, അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഏതെങ്കിലും മെയിൻ കോഴ്സ് എടുക്കുന്ന സമയത്ത് ഈ ലാംഗ്വേജ് ഒരു ബാരിയർ ആയിട്ട് നിൽക്കുമെന്നാണ്. മെയിൻ കോഴ്സിന് ലാംഗ്വേജ് ബാരിയർ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അതൊരു വേ കാണിച്ചു തന്നാൽ. ഞാൻ ഏറ്റവും ലോ ബഡ്ജറ്റിൽ ഏറ്റവും എങ്ങനെ എൻട്രി അടിക്കാമെന്ന് ചോദിച്ചല്ലോ. അപ്പോൾ എൻട്രി അടിക്കാനുള്ള ഒരു ഉപാധി പറഞ്ഞു തന്നതാണ്. മെയിൻ കോഴ്സുകൾ എടുക്കാമല്ലോ, പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ പോലെ ഷോമണിയിൽ കുറച്ച് കൂടുതൽ വരും. നേരത്തെ ലാംഗ്വേജ് വേണ്ട, മെയിൻ കോഴ്സിന് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസിനാണ് അവിടെ ഉള്ളത്. കൊറിയനിലല്ല പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കൊറിയയിലും ജപ്പാനിലും പഠിപ്പിക്കുന്നവർ ലാംഗ്വേജ് അല്ല, അവരുടെ ലാംഗ്വേജിലല്ല. ഇവിടുത്തെ ലാംഗ്വേജിലും ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ അതിൽ അവർ മെയിൻ കോഴ്സിന് മുമ്പ് നിങ്ങൾ ലാംഗ്വേജ് ഉണ്ടോ ഉള്ളവരാണെന്ന് ചോദിക്കാറുണ്ട്. അവർ ലാംഗ്വേജ് ഉണ്ടോ, കൊറിയൻ ലെവൽ 1, 2, 3 പറഞ്ഞ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതൊരു ആഡ് ഓൺ ഡോക്യുമെൻ്റ് ആണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ ഫീസ് വേവർ ഉണ്ട്. ഞാൻ പറഞ്ഞു, ലെവൽ 1, ലെവൽ 2, 3 ഉണ്ടെങ്കിൽ 30%, ലെവൽ 3 ഉണ്ടെങ്കിൽ 40%, ലെവൽ 6 ഉണ്ടെങ്കിൽ 70, 90 അപ് ടു 100 വരെ ഫീസ് വേവർ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് മെയിൻ കോഴ്സിന് ബാരിയർ അല്ല, ലാംഗ്വേജ് ഒരു വിഷയമല്ല. PhDക്ക് പോവാം, മാസ്റ്റേഴ്സിന് പോവാം. മാസ്റ്റേഴ്സിനെ കുറച്ചുകൂടെ ചാൻസ് കൂടുതലാണ്. ഫീസും അത്ര അധികം ഇല്ല. അത് യൂണിവേഴ്സിറ്റി ഡിപ്പെൻസ് ആണ്. യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നോക്കി സെലക്ട് ചെയ്യണം. അത് ഈ പറഞ്ഞ പോലെ അവിടെ ചെന്നിട്ട് അതർ മിസ്സലേനിയസ് എക്സ്പെൻസും ഹിഡൻ കോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അവിടെ കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ ഫീസ് കൂടും. കുട്ടികൾ ഫസ്റ്റ് ഇയറിലാണ് നോക്കണത്. അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചില ഇയർലി വ്യത്യാസമുണ്ട് ഫീസിലൊക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നല്ല യൂണിവേഴ്സിറ്റി നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ആദ്യമേ ഞാൻ പറഞ്ഞു, നല്ലൊരു കൺസൾട്ടൻറ്റിനെ മീറ്റ് ചെയ്ത് നടക്കാവുന്നുള്ളൂ. പക്ഷേ വിസ ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പർ ആയിരിക്കണം. എന്തൊക്കെ ചെയ്താലും ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്കും ചെയ്യാമല്ലോ. സ്റ്റുഡൻസിന് ഒറ്റയ്ക്ക് ചെയ്യാം. ഒരുപാട് പേര് ഒറ്റയ്ക്ക് ചെയ്യുന്നവരുണ്ടല്ലോ. കോൺഫിഡൻ്റ് ആണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം. പക്ഷേ വിസക്ക് നോക്കുമ്പോൾ ഒരു കൺസൾട്ടിങ് നല്ലതാണ്. അവിടെയാണ് കൺസൾട്ടൻസിയുടെ ഒക്കെ ഇമ്പോർട്ടൻറ്റ്. അവർ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇത് ടൈപ്പ് ഉള്ളതാണോ അത് കറക്റ്റായിട്ട് അവർക്ക് ഹിസ്റ്ററി ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സക്സസ്ഫുൾ റേറ്റ് ഒക്കെ നോക്കാം. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു റിക്വയർമെൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇത് നിങ്ങൾ നോക്കുക. ഒറ്റയ്ക്ക് ചെയ്യുന്നവർക്ക് റിക്വയർമെൻറ്റും കാണാം. അത് കണ്ടാലും അത് വിസക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ വെക്കാൻ പാടുള്ളൂ. വൺസ് വിസ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് 90 days കഴിഞ്ഞാൽ വെക്കാൻ പറ്റുള്ളൂ. റീ അപ്പീലില്ല. അതാ പ്രശ്നം. 3 മാസം വെയിറ്റ് ചെയ്യണം. പിന്നെ വൺസ് റിജക്ഷൻ വന്നാൽ ഒരു ബ്ലാക്ക് മാർക്കാണെന്ന് വെച്ചാൽ ഒരു പരിധി വരെയാണ്. കാരണം എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്പൻസി ആയിരിക്കാം. പക്ഷേ മാക്സിമം റിജക്ഷൻ വരാതെ തന്നെ ഫസ്റ്റ് ഇൻടേക്കിൽ നിന്ന് കയറാൻ നോക്കണം. അപ്പോൾ ശരിക്ക് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് കൊറിയൻ നോക്കാവുന്നതാണല്ലേ? കാരണം ഒരുപാട് BTS ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അത് നോക്കാവുന്ന തന്നെ ഓപ്ഷനാണ്. BTS ഫാൻസ് ബേസ് ഒക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണ്. അത് നമുക്ക് എൻക്വയറി വരുന്നതാണ്. അപ്പോൾ അവർക്ക് ഏജ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു ഇൻട്രസ്റ്റ് K-pop കൾച്ചർ ഉണ്ട് അവിടെ. ഡിസൈൻ പ്രോഗ്രാം ഉണ്ടോ, കോസ്മെറ്റിക് പ്രോഗ്രാംസ് ആണോ, എനിക്ക് അതാ വേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് അതിൻ്റെ ഒരു എഫക്റ്റാണ്. BTS നല്ലവണ്ണം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റഡി അബ്രോഡ് അൺഫിൽറ്റർഡ്. ഈ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നതായിരിക്കും.